യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. തിമിംഗലം എന്ന് പറയുന്ന മീൻ വന്ന് വിഴുങ്ങുകയാണ്. കടലിനടിയിലേക്ക് പോയി യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറിനകത്ത് കിടക്കുകയാ. സഹോദരാ, രക്ഷപ്പെടാൻ വഴിയില്ല, രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. പടച്ചവനെ, യൂനുസ് നബി അലൈഹിസ്സലാം ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് വിളിക്കുകയാണ്, അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. വനദാ ഫിൽ ദുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ. എവിടെ കിടന്നാണെന്നറിയുമോ മോനെ? ടൈറ്റാനിക് കാണാൻ പോയവരുടെ അവസ്ഥ നിനക്കറിയുമല്ലോ. കോടികൾ ചെലവഴിച്ചു പോയവർ എടോ കടലിനടിത്തട്ടിൽ വല്ലാത്ത ഇരുട്ടാണ്. പിന്നെ മീനിന്റെ വയറിനകത്തും ഇരുട്ടാണ്. ആ ഇരുട്ടിനകത്ത് കിടന്നിട്ട് യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് എല്ലാ വഴികളും അടഞ്ഞു. 1% പോലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. അപ്പോഴാണ് മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് യൂനുസ് നബി വിളിക്കുന്നു, വനദാ ഫിൽ ദുലുമാത്. അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ നിനക്ക് കഴിയും തമ്പുരാനെ, എവിടെ കിടന്നാലും രക്ഷപ്പെടുത്താ നിനക്ക് കഴിയുമല്ലാ. എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. യൂനുസ് നബി ആ മീനിന്റെ വയറിനകത്ത് കിടന്ന് വിളിക്കുകയാണ്. സഹോദരാ, അല്ല തന്നെ പറയുകയാ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. യൂനുസ് അങ്ങനെ ദുആ ചെയ്തില്ലായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മീനിന്റെ വയറിനകത്ത് കിടക്കേണ്ടി വരുമായിരുന്നു. ആ ദുആ ചെയ്തത് കൊണ്ടാണ് പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരു പോറൽ പോലും പറ്റാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൂനുസ് എന്ന് പറയുന്ന പ്രവാചകന് ആ മീൻ കരയിലേക്ക് കൊണ്ടുവന്ന ജീവനോട് തിരിച്ചു തന്നെന്ന ചരിത്രം പറയുമ്പോ ഇത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ചരിത്രമാ മോനെ. ആ യൂനുസ് നബിയുടെ ഖബർ ഞാനും പോയി കണ്ടവനാ. എന്റെ സഹോദരാ, എഴുതി വെച്ചിട്ടുണ്ടോ ആ യൂനുസ് നബിയെ ഏത് സ്ഥലത്താണ് കൊണ്ടുവന്നിട്ടതെന്ന് വരെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇന്ന് അവിടെ ഒരു ബീച്ചാണ്, ഇന്ന് ആ സ്ഥലം ഒരു ബീച്ചാണ്. സഹോദരാ, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ചുമ്മാതെ കാണിക്കുന്ന ഷോയല്ല, നിലവിളിയല്ല, പ്രഹസനമല്ല. ദുആ എന്ന് പറഞ്ഞാൽ നീ വിശ്വസിക്കണം, നിന്റെ റബ്ബ് തരുമെന്ന്. എവിടെ കടന്ന് ചോദിച്ചാലും, എവിടെ കടന്ന് വിളിച്ചാലും എന്റെ റബ്ബ് തരുമെന്നുള്ള പ്രതീക്ഷ വേണം മോനെ. ഇതിനാ ദുആ എന്ന് പറയുന്നത്. വയദഊനനാ റഗബൻ വറഹബാ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ ദുആയതാ. യൂനുസ് എന്ന് പറയുന്ന പ്രവാചകൻ ആ മീനിന്റെ വയറിനകത്ത് കിടന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്തടോ. ഇതുപോലെ നീയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെ ചെയ്താലാ അല്ലാഹു ഉത്തരം തരുന്നത്. ഇതുപോലെ ചോദിക്കുമ്പോഴാണ് മുസ്ലിം സമുദായമേ നമുക്ക് പിടിപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ നാശമെന്തെന്നറിയോ? നിരാശയാടോ, നിരാശയാടോ. നമുക്കെല്ലാവർക്കും നിരാശയാ. ചോദിച്ചു മടുത്തു പടച്ചവരെ, ഇനി കിട്ടില്ല എന്ന് നമ്മൾ വല്ലാതെ നിരാശപ്പെടുകയാ. നിരാശ വൻപാപമാ. മഹത്തുക്കള് പറയുന്നത് നിരാശ എന്ന് പറഞ്ഞ വൻപാപമാണ്. നിനക്ക് പടച്ചവനെ സമ്പത്ത് തരാൻ എന്റെ അല്ലാഹുവിന് കഴിവില്ലേ? നിനക്ക് വീട് തരാൻ അല്ലാഹുവിന് കഴിവില്ലേ? നിന്റെ രോഗം മാറ്റാൻ അല്ലാഹുവിന് കഴിവില്ലേ? നിനക്ക് മക്കളെ തരാൻ അല്ലാഹുവിന് കഴിവില്ലേ? സഹോദരാ, കഴിവുണ്ടോ? നിന്റെ റബ്ബിന് കഴിയാത്തതൊന്നുമില്ല. ചോദിക്കേണ്ടതുപോലെ ചോദിക്ക്. മക്കളില്ലാത്ത ഒരുപാട് പേരുണ്ടല്ലോ. ആ വീട്ടിലിരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ പറഞ്ഞു, ഉസ്താദേ കല്യാണം കഴിഞ്ഞു കൊല്ലങ്ങളായി, മക്കളില്ല ഉസ്താദ്. സഹോദരാ, നിരാശയാടോ? ഇന്ന് നമുക്ക് നിരാശയാണ്. ഭർത്താവ് പറയുന്നു ഭാര്യയുടെ കുഴപ്പമാണ്, ഭാര്യ പറയുന്നു ഭർത്താവിന്റെ കുഴപ്പമാണ്. പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും പടിചാരുകയാണ്. അവസാനം പടച്ചവനെ 30 35
40 45 ഇനി പ്രസവിക്കില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചു. ആരാ പറഞ്ഞത്? 40 വയസ്സുള്ളവൾ, 50 വയസ്സുള്ളവൾ, 60 വയസ്സുള്ളവൾ പ്രസവിക്കില്ല എന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്നത്? മക്കളില്ലാത്ത പെങ്ങള്. അല്ല പറഞ്ഞത് ചോദിച്ചാ ഉത്തരം തരുന്നവനാണ് അല്ലാഹ്. അല്ല ചെയ്ത വാഗ്ദാനമാണ്. എന്നോട് ചോദിച്ചാ ഉത്തരം തരുമെന്ന് അല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉത്തരം കിട്ടാത്തതിന്റെ കാരണം നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. നീ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നില്ല. നിനക്ക് ഞാനൊരു ദുആ പറഞ്ഞു തരട്ടെ. ഞാനൊരു ദുആ പറഞ്ഞു തരാം. അല്ലാഹുവേ, പടച്ചവനെ, ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്ന ഫലസ്തീനിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടല്ലോ, ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പള്ളിയുടെ മിഹ്റാബിനകത്ത് ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ ആ പള്ളിയുടെ മിഹ്റാബിനകത്താണ് വളരുന്നത്. കാരണം മറിയം ബീവിയുടെ ഉമ്മ ഹന്നത്ത് ബീവി അവിടുന്ന് ഗർഭിണിയായപ്പോ അവിടുന്ന് വിചാരിച്ചു ആൺകുട്ടിയാണെന്ന്. അവിടെന്ന് പറഞ്ഞു, അല്ലാ, എന്റെ കുഞ്ഞിനെ ഞാൻ പള്ളിക്ക് കൊടുത്തേക്കാം തമ്പുരാന്. ആണാണെന്ന് പറഞ്ഞ് നേർച്ച ചെയ്തതാണ്. പക്ഷേ പ്രസവിച്ചപ്പോ പെൺകുട്ടിയാണ്. പക്ഷേ പറഞ്ഞ വാക്ക് പാലിച്ചു. മഹാനായ സക്കരിയാ നബി അലൈഹിസ്സലാം, ആ സക്കരിയാ നബിയാണ് മറിയമിനെ വളർത്തുന്നത്. ഒരു ദിവസം പള്ളിയുടെ മിഹ്റാബിനകത്തേക്ക് സക്കരിയാ നബി കടന്നു ചെല്ലുമ്പോ 11 വയസ്സിന്റെ താഴെ പ്രായമുള്ള മറിയം എന്ന് പറയുന്ന പെൺകുട്ടി പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് പഴം തിന്നുകയാണ്. റബ്ബേ, സാധാരണ പഴമല്ല തിന്നുന്നത്. ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് പള്ളിയുടെ മിഹ്റാബിനകത്തിരുന്ന് തിന്നുന്നത്. സക്കരിയാ നബി വാങ്ങിച്ചു കൊടുത്ത പഴമല്ല. അതുകൊണ്ട് സക്കരിയാ നബി ചോദിക്കുന്നു, മറിയമേ, ഇതെവിടെ നിന്നാ മോളെ? ഇതെവിടെ നിന്നാ മോളെ? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്കെന്റെ റബ്ബ് തന്നതാ, എനിക്കെന്റെ റബ്ബ് തന്നതാ. സീസൺ അല്ലാത്ത സമയത്ത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് പോലും കിട്ടാത്ത പഴമാണ് മറിയമിന് അല്ലാഹു കൊടുത്തിരിക്കുന്നത്. സക്കരിയാ നബി ആരാണെന്നറിയോ? ആ പ്രവാചകനു മക്കളില്ല വാപ്പാ. ഒരുപാട് കൊല്ലമായി വൃദ്ധനായി 100 വയസ്സ് കഴിഞ്ഞ പ്രവാചകനാണ് സക്കരിയാ നബി. കല്യാണം കഴിഞ്ഞിട്ട് കൊല്ലങ്ങളായി. ആ മക്കളില്ലാത്ത സക്കരിയാ നബി അലൈഹിസ്സലാം അല്ലാഹുവോട് ദുആ ചെയ്യുകയാണ്. അവിടെ നിന്നുകൊണ്ട് പടച്ചവനോട് പറയുകയാ, ഖാല റബ്ബി ഇന്നി വഹനൽ അൾമു മിന്നി വസഅല അർ-റഅസു ശൈബാ വലൻ അകും ബിദുആഇക റബ്ബി ശഖിയാ. സക്കരിയാ നബി അല്ലാഹുവോട് പറയുകയാ, പ്രായമായി തമ്പുരാന്, ഒരുപാട് പ്രയാസങ്ങളുണ്ട് തമ്പുരാന്. എന്റെ എല്ലും മാംസവും പൊടിയുന്നു പടച്ചവര്. ഞാൻ വൃദ്ധനാണല്ലാ, ഞാൻ വൃദ്ധനാണല്ലാ. എനിക്ക് മക്കളില്ല തമ്പുരാന്. ഇത്രയും കാലമായിട്ട് എനിക്ക് മക്കളില്ല. എന്റെ ഭാര്യയ്ക്ക് പ്രായമായി തമ്പുരാന്. അവള് പ്രസവിക്കാത്തവളാണ് തമ്പുരാന്. വകാനത് ഇംറഅതി ആകിറാ, എന്റെ ഭാര്യ പ്രസവിക്കാത്തവളല്ല. 90 വയസ്സ് കഴിഞ്ഞു ഭാര്യയ്ക്ക്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഒരു പെണ്ണ് 50 വയസ്സായ മെൻസസ് നിലയ്ക്കുമല്ലോ. മെൻസസ് നിലച്ച പെണ്ണിനെങ്ങനെ മക്കൾ ഉണ്ടാകാരാ? സക്കരിയാ നബിയുടെ ഭാര്യയ്ക്ക് 90 വയസ്സ് കഴിഞ്ഞു. സക്കരിയാ നബിക്ക് 100 വയസ്സ് കഴിഞ്ഞു. രണ്ടുപേരും വൃദ്ധരാണ്, രണ്ടുപേരും പ്രായമുള്ളവരാ. നിങ്ങൾ പറ, മക്കളുണ്ടാകുമോ? സാധ്യതയുണ്ടോ? സാധ്യതയുണ്ടോ? 1% പോലും സാധ്യതയില്ലടോ. എന്നാ സക്കരിയാ നബി പറയുകയാ, അല്ലാഹുവേ, എനിക്കൊരു മോനെ വേണം തമ്പുരാന്. ചിന്തിക്കേണ്ടത് അവിടെയാണ്. ഏ സഹോദരാ, മക്കളെ വേണമെന്നല്ല പറയുന്നത്, എനിക്ക് മക്കളെ തരണേ എന്നല്ല പറയുന്നത്. അല്ലാഹുവേ, എനിക്കൊരു മോനെ വേണമല്ലാ.
എനിക്കൊരു മോനെ വേണമല്ല. കല്യാണം കഴിഞ്ഞപ്പോഴല്ല പറയുന്നത് മക്കളെ തരണേ എന്നല്ല, എനിക്കൊരു മകനെ വേണം തമ്പുരാന്, എനിക്കൊരു പൊന്നുമോനെ വേണം തമ്പുരാന്. കൊടുത്തടോ അല്ലാ. ആ വയസ്സാം കാലത്ത് ദുആ ചെയ്തപ്പോ അമ്മ കൊടുത്ത മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളയാ പേര് വെച്ചത്, അള്ളയാ പേര് വെച്ചത്. യഹ്യാ നബിയുടെ പേര് പറഞ്ഞു കൊടുത്തത് അല്ലാഹുവാണ്. വീട്ടിൽ ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ നീ പ്രസവിക്കാൻ പോവുകയാണ്. ഈ വൃദ്ധയായ ഞാനോ, ഈ കിളവിയായ ഞാനോ, ഏ പെണ്ണേ നീ ഒരു മകനെ പ്രസവിക്കും, അവന്റെ പേര് യഹ്യാ, അവന്റെ പേര് യഹ്യാ. ദുആ ചെയ്യണം സഹോദരാ. ഇതിനാണ് ദുആ എന്ന് പറയുന്നത്, ഇതിനാണ് ദുആ എന്ന് പറയുന്നത്. ദുആയ്ക്ക് വല്ലാത്ത പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് തങ്ങന്മാരെ കാണുമ്പോ, ഉസ്താദന്മാരെ കാണുമ്പോ ദുആ ചെയ്യാൻ പറയാറുണ്ടല്ലോ. എവിടെ നിന്നാണ് ഈ മാതൃക? മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അനസ് ഇബ്നു മാലിക് തങ്ങളുടെ ഉമ്മയുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകന്റെ കൈ പിടിച്ചു കൊണ്ടുപോവുകയാണ്. അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന പൊന്നുമോന് നബി തങ്ങളുടെ ചാരത്ത് കൊണ്ടുപോയിട്ട് അവിടെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യ് നബിയേ, എന്റെ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യ് നബിയേ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ കൊണ്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഇവര് വല്ലാത്ത ഇഷ്ടമാ നബിയേ, നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാ, അവന് വേണ്ടി ഒന്ന് ദുആ ചെയ്യ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് ദുആ ചെയ്യുകയാണ്. 3 കാര്യങ്ങളാണ് ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ റസൂലിനോട് അവിടെന്ന് ദുആ ചെയ്തു, അല്ലാഹ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്, സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. 3 കാര്യങ്ങളാണ് ദുആ ചെയ്തത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിക്ക് 3 കാര്യങ്ങളാണ് ദുആ ചെയ്തത്. എന്റെ പ്രിയപ്പെട്ടവരെ, 1 ആയുസിന് വേണ്ടി ദുആ ചെയ്തു, ആയുസിന് വേണ്ടി ദുആ ചെയ്തു, നല്ല മക്കളെ കിട്ടാൻ ദുആ ചെയ്തു. അല്ലാഹു കൊടുത്ത പ്രതിഫലം അറിയുമോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു 103 വയസ്സ് വരെ ജീവിച്ചു, 103 വയസ്സ് വരെ ജീവിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു മക്കളും കൊച്ചുമക്കളുമായി 106 മക്കളുണ്ടായിരുന്നു. 3 കാര്യവാ ദുആ ചെയ്ത്, അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് സാലിഹായ നല്ല മക്കളെ കൊടുക്കണം. ആ സഹാബി 103 വയസ്സ് വരെ ജീവിച്ചു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിന് മക്കളും കൊച്ചുമക്കളുമായിട്ട് 106 മക്കളുണ്ടായിരുന്നു. എടോ, അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമത് ദുആ ചെയ്ത് ബർക്കത്ത് ചെയ്യാൻ. ഈ സഹാബിക്ക് ഒരു ഈന്തപ്പന തോട്ടമുണ്ടായിരുന്നു. ചരിത്രമെടുത്ത് വായിച്ചു നോക്ക്. ഒരു ഈന്തപ്പന തോട്ടമുണ്ട്. എല്ലാവരുടെ ഈന്തപ്പന തോട്ടത്തിൽ നിന്നും വർഷത്തിൽ ഒരിക്കലേ വിളവ് കിട്ടൂ. എന്നാൽ അനസ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സഹാബിയുടെ തോട്ടത്തിൽ നിന്ന് വർഷത്തിൽ 2 പ്രാവശ്യം വിളവ് കിട്ടുമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആ സഹാബി തന്നെ പറയുന്നുണ്ട്, ഇത് 2 എനിക്ക് കിട്ടിയെങ്കിൽ എനിക്ക് സ്വർഗ്ഗവും കിട്ടും. ഇതാ ദുആ. നല്ല മക്കളെ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ അല്ലാഹ് പറയുന്നു, നീ എന്നോട് ദുആ ചെയ്ത അല്ലാഹ് ആരാന്നറിയോ? എടോ, ഒരാൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ 3 കാര്യങ്ങളിൽ ഒരെണ്ണം അല്ലാഹ് കൊടുക്കും. 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലാഹ് തരും. നിന്നെ വെറും കൈയോടെ മടക്കൂല, നീ എത്ര വലിയ കുടിയനാണെങ്കിലും. എടാ, എന്റെ മുമ്പിൽ കൈ നീട്ടിയാ ഞാൻ ഇറക്കി വിടും. അല്ലാഹുടെ മുമ്പിൽ കൈ നീട്ടിയ അല്ലാഹ് വെറുതെ വിടത്തിൽ. അല്ലാഹ് മാന്യനാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ, നീ ഒരു കാര്യം ചോദിച്ചാ ചിലപ്പോ നീ ചോദിച്ചത് തന്നെ അല്ലാഹ് നിനക്ക് തരും. എന്താണോ ചോദിച്ചത് തന്നെ തരും. അതല്ലെങ്കിൽ 2, ചോദിച്ചത് തരൂല, അത് പരലോകത്തേക്ക് അല്ലാഹു മാറ്റിവെക്കും. അതല്ലെങ്കിൽ 3, നിനക്ക് വരാനിരിക്കുന്ന ഒരു വിപത്തെങ്കിലും തട്ടിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതാണ് ദുആ. എപ്പോഴും ദുആ ചെയ്യണം, ഒരുപാട് ദുആ ചെയ്യണം, എപ്പോഴും ചെയ്യണം. എന്റെ ദുആഇന്റെ മഹത്വം ഇടും. സ്ഥിരമായി ദുആ ചെയ്യുന്ന ഒരാളുടെ ശബ്ദം മലക്കുകൾക്ക് പരിചയമുണ്ടാകും. നീ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്ക് പറയും, സിറാജ് ദുആ ചെയ്യുന്നു, അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ്.
മലക്കുകൾക്ക് നമ്മളുടെ ശബ്ദം പരിചയമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ഇന്നത്തെ ദുആയ്ക്ക് അള്ളാഹു ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പം മൂന്നാമതായിട്ട് അള്ളാഹു പറയുന്നു, നീ എന്നോട് ചോദിച്ചാ ഞാൻ നിനക്ക് ഉത്തരം തരും. അള്ളാഹു നമുക്ക് ഉത്തരം നൽകുമാറാകട്ടെ. അള്ളാഹു ഉത്തരം നൽകുമാറാകട്ടെ. 10:30 സമയന്തായി 10:30 നിർത്താറായോ? നിങ്ങൾ ഇരുന്ന ഒരു കാര്യം കൂടെ ഞാൻ പറയും, അല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം? എന്തായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം. എന്തായാലും നനഞ്ഞില്ലേ? സന്തോഷം. ആരും ഓടത്തില്ല ഉസ്താമാരെ. ഇൻഷാ അല്ലാഹ് ഇരിക്കടോ. ഏറ്റവും നിങ്ങൾ ആരെങ്കിലും ഇവിടെ കയറി നിൽക്കുമെങ്കിൽ ഞാൻ ഇറങ്ങി അവിടെ നിൽക്കും. ഈ മഴയ്ക്കകത്ത് ഇറങ്ങി നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്തേ? ഈ മഴത്തുള്ളിക്കകത്ത് അള്ളാഹു നമ്മുടെ പാപം കഴുകി ശുദ്ധമാക്കും. അള്ളാഹു നമ്മുടെ പാപം പുറത്തുവരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപം പുറത്തുവരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു അരമണിക്കൂർ കൂടി ഇരിക്കുവോ? പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കും. പൈസ ചോദിക്കുമ്പോൾ ഇവിടെ തന്നെ കാണണം കേട്ടാ. ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. നാലാമതായിട്ട് അല്ലാഹു പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നാലാമത്തെ വാഗ്ദാനം എന്താ? അല്ലാഹു പറയുന്നു, മനുഷ്യാ നീ എന്നെ ഓർക്കുകയാണെങ്കിൽ നിന്നെയും ഞാൻ ഓർക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നാലാമതായി പറയുകയാ, നീ എന്നെ ഓർത്താ ഞാൻ നിന്നെ ഓർക്കും. എങ്ങനെ? നമ്മൾ എത്രത്തോളം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ അത്രത്തോളം അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഫദ്കുറുനി അദ്കുറുക്കും. നീ എന്നെ ഓർത്താ ഞാൻ നിന്നെ ഓർക്കും. നമ്മൾ അള്ളാഹുവിനെ എത്രത്തോളം ഓർക്കുന്നുണ്ടോ, നമ്മൾ അള്ളാഹിനെ കുറിച്ച് എത്രത്തോളം പറയുന്നുണ്ടോ, നീ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ അള്ളാഹ് നിന്നെ കുറിച്ച് മലക്കളോട് പറയും. ഇവിടെ നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ കുറിച്ച് പറയും. നമ്മൾ അള്ളാഹിനെ ഓർത്താ അള്ളാഹ് നമ്മളെ ഓർക്കും. നമ്മൾ അള്ളാഹിന്റെ അടുത്തോട്ട് നടന്നു പോയാൽ അള്ളാഹ് ഓടി ഇങ്ങോട്ട് വരും. അതാ അള്ളാഹ്. ഇവിടെ നമ്മൾ അള്ളാഹിന്റെ അടുക്കലേക്ക് നടന്നു പോയാ ഒരു ചാണെടുത്ത ഒരു മുഴം നടന്ന് ഓടി വരും അള്ളാഹ് നമ്മുടെ അടുത്ത്. അള്ളാഹ് അത്രയ്ക്ക് ഇഷ്ടം നമ്മളെ. നമ്മൾ വിചാരിച്ചു ഉമ്മായിക്കാ ഇഷ്ടമെന്ന്. അല്ല. ഉപ്പായിക്കാണോ ഇഷ്ടം? അല്ല. നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ പടച്ച റബ്ബാ. നമ്മൾ കരയുന്നത് അള്ളാഹിന് ഇഷ്ടമല്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ കരയുന്നത് ഉമ്മയല്ല. ഇപ്പൊ ഉമ്മയ്ക്ക് സഹിക്കും, പക്ഷെ അള്ളാഹിന് സഹിക്കൂല. അത്രത്തോളം നമ്മളെ ഇഷ്ടം അള്ളാഹിക്ക്. നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് പറയൂലേ? പറയോ? പാപ്പ കുരുത്തക്കേട് കാണിക്കും പറയോ? പറഞ്ഞങ്ങാതി. നമ്മുടെ ഭാര്യ നമ്മുടെ കൂടെ കിടക്കുന്നവളാ, പിണങ്ങും. നമ്മുടെ മക്കള് പിണങ്ങും, ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ. വാപ്പ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ വാപ്പ പിണങ്ങും, ഉമ്മ പിണങ്ങും. എന്നാ നമ്മൾ കാണിക്കുന്നൊക്കെ എന്തെല്ലാം കാണിച്ചിട്ട് അള്ളാഹ് ഇന്ന് വരെ നമ്മളോട് പിണങ്ങിയോ? അള്ളാഹ് പിണങ്ങിയോ? നിനക്ക് സമ്പത്ത് തന്നില്ലേ? നിനക്ക് ഭക്ഷണം തന്നില്ലേ? കണ്ണ് തന്നില്ലേ? ചെവി തന്നില്ലേ? എന്താ ചിന്തിക്കാത്ത? കാണിച്ചോണ്ട് നടക്കുന്ന സ്വഭാവം ഞാൻ കാണിക്കണം എന്താന്ന് എനിക്കല്ലേ അറിയൂ. എന്റെ അടുത്ത് വന്നിട്ട് കയ്യൊക്കെ മുത്താൻ വരും. ഞാൻ ചിന്തിക്കും, പടച്ചവനെ എന്റെ സ്വഭാവം എന്താന്ന് എനിക്കല്ലേ അറിയൂ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ ചങ്ങായിമാരെ 40 പേര് കൂടുതലുണ്ട്. ഒരാളുടെ ആമി മതി ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. നല്ല പറ മനുഷ്യ ഉസ്താമാരെ ഒന്ന് പറ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. ആരുടെ ആമീന അള്ളാഹ് കേൾക്കണമെന്നറിയില്ല. ഞാൻ രക്ഷപ്പെട്ടു പോകും. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ അള്ളാഹിനെ ഓർക്കണം. ഏത് സമയത്ത് ഓർക്കണം? ഏത് സമയത്ത് നമ്മൾ അള്ളാഹ്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഓർക്കണം. നമ്മുടെ രാജ്യം വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നേ. രാജ്യം വല്ലാതെ പടച്ചവന് നമ്മുടെ കാര്യത്തിൽ ഒറ്റക്കെട്ടല്ലാണോ? ഇപ്പൊ വഖഫ് തന്നെ ഒന്ന് ആലോചിക്കേ. എന്താ വഖഫ് എന്ന് പോലും അറിയില്ല ചങ്ങാതിമാരെ. എന്തെല്ലാം വിഷയങ്ങളാ സഹോദര. ഇവിടെ നമ്മൾ മുസ്ലിം എന്ന് പറഞ്ഞ ആരാന്ന് ചോദിക്കേ. ഓരോ പള്ളികൾ, ബാബരി മസ്ജിദ് മുതൽ തുടങ്ങിയതാ. പള്ളിയുടെ താഴെ അമ്പലത്തിന്റെ വിഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞ് തുടങ്ങി. നമ്മൾ മിണ്ടാതെ നടന്നു.
ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ പള്ളികളും പറഞ്ഞ് ബാബരി മസ്ജിദ് മുതൽ തുടങ്ങി ഇന്ന് അജ്മീറിന്റെ അടിവരെ എത്തി നിൽക്കുക. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ പരിതാപകരമായ അവസ്ഥയിലേക്ക് ഇന്ന് അജ്മീർ ദർഗയുടെ അടിയിൽ പോലും അമ്പലമാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഇങ്ങനെ ഓരോ പള്ളി കമ്മിറ്റിക്കാർ ഇപ്പൊ കാത്തിരിക്കണം. എപ്പോഴാ കോടതിയിൽ നിന്ന് പേപ്പർ വരുന്നതെന്ന് അറിയില്ല, ഏത് സമയത്താ കോടതിയിൽ നിന്ന് പേപ്പർ വരുന്നതെന്നറിയില്ല. കാരണം ഇതിനടിയിലുണ്ടെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് എന്ന് തിരിച്ചു ചിന്തിക്കാത്തതെന്തോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഇന്നുവരെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ താഴെ ഒരു പള്ളിയുടെ മിഹ്റാബ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റി കേസെങ്കിലും നമ്മൾ ആരെങ്കിലും കൊടുക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. അതാണ് മുസ്ലിമീങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല, എന്താ ചിന്തിക്കാത്തത്? ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വല്ലാത്ത പേടിയാ. നമുക്ക് അള്ളാനൊന്നും പേടിയില്ല, നമുക്ക് പേടി ഇമ്മാരെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ അള്ളാനെ ഓർത്ത അല്ല നമ്മളെ ഓർക്കും. മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ അബൂബക്കർ തങ്ങളുടെ മടിത്തട്ടിൽ തല വെച്ചിട്ട് നബി തങ്ങൾ കിടന്നുറങ്ങുകയാ. അബൂബക്കർ തങ്ങളുടെ കൈകാല് വിറയ്ക്കുന്നുണ്ട്. നബി തങ്ങൾ ഞെട്ടി ഉണർന്നു. എന്തേ അബൂബക്കറെ? പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, എന്തേ അബൂബക്കറെ? നബിയെ, ശത്രുക്കൾ മുകളിലെത്തി, അവന്മാരുടെ കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ച ഈ ഗുഹയ്ക്കകത്ത് അടിക്കുന്നുണ്ട്. ഒങ്ങാണം താഴേക്ക് നോക്കിയ നമ്മൾ രണ്ടുപേരെയും പിടിക്കും, കൊന്നുകളയവന്മാര്. നബി തങ്ങൾ ചിരിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. നബി തങ്ങൾ ചിരിച്ചു. എന്തേ നബിയെ? ഹേ അബൂബക്കറെ, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാൾ ഇതിനകത്തുണ്ട്. നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആര്? അല്ലാഹ് ഉണ്ട് അബൂബക്കറെ നമ്മുടെ കൂടെ. ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഖിയാമത്ത് നാൾ വരെയുള്ള പേടിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിമിനോട് അല്ലാഹ് പറയാ, നബിതങ്ങൾ പറയാ, ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. ഹേ മനുഷ്യ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ ഏത് സമയത്തും അല്ലാഹനെ ഓർക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പും വില്ലും തയ്യാറാക്കി നിർത്തിയിരിക്കുക, കെട്ടിയിട്ട്. കാരണം ആ കാണുന്ന തീക്കുണ്ടാരത്തിൽ കൊണ്ടുപോയി ഇടാൻ പറ്റാത്തത് കാരണം വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കിയിട്ട് അമ്പിനകത്ത് എയ്തിട് വിടുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ കയറ്റി നിർത്തിയിരിക്കുക. അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിച്ചു, നബിയെ, ഒന്ന് അനുവാദം തന്ന ആ തീ അണച്ച് ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്താം. ജിബ്രീലിനോട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, എനിക്ക് നിന്റെ സഹായം വേണ്ട, ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. എനിക്ക് എന്റെ റബ്ബുണ്ടല്ലോ, എനിക്ക് അല്ലാഹ് മതി. എന്റെ പ്രിയപ്പെട്ടവരെ, കുലിയാനാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഒരു രോമം പോലും കരിയാതെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ, ആഴ്ചകൾ കഴിഞ്ഞപ്പോ ആ തീക്കകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, നമുക്ക് അല്ലാഹ് മതിയടോ. അല്ലാഹ് നമ്മുടെ കൂടെ ഇല്ലേ? ബദറില് ന്യൂനപക്ഷമായിരുന്നു. ഇസ്ലാമിന്റെ ഏത് യുദ്ധം വേണമെങ്കിലും എടുത്തു നോക്കിക്കോ, ന്യൂനപക്ഷമേ ജയിച്ചിട്ടുള്ളൂ, ഭൂരിപക്ഷം ജയിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ അള്ളാനെ ഓർത്ത് നടക്ക്. അള്ളാനെ ഓർമ്മയുണ്ടാകണം. ആർക്കാ അള്ളാനെ ഓർമ്മയുണ്ടാവുക? നമുക്ക് അള്ളാനെ വല്ലതും അറിയോ? അള്ളാനെ കുറിച്ച് അറിയെങ്കിലും ചെയ്യോ? ഈ സദസ്സിൽ ഇരിക്കുന്ന ഒരു കാക്കാനോട് ചോദിക്കുന്ന, കാക്ക, ഒരു അയൽവാസി ഹൈന്ദവന നിന്നോട് ചോദിച്ചു, ഈ അള്ളാന്ന് പറഞ്ഞ ആരാ? നീ പറയും, അള്ളാന്ന് പറഞ്ഞ ഈ ലോകം പടച്ചതല്ല, ഭക്ഷണം തരുന്നവനല്ല, മരിപ്പിക്കുന്നവനല്ല. തീർന്നു, നിന്റെ സീസി തീർന്നു, കഴിഞ്ഞു. അള്ളാനെ കുറിച്ച് പറയാൻ പറഞ്ഞ നമുക്ക് ആകെ അറിയണത് ഇതാ. ഇവിടെ നമ്മൾ അള്ളാനെ ഓർക്കണം, അള്ളാനെ ഭയക്കണം, മക്കളോട് അള്ളാഹയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു വാപ്പയുടെ കടമയാ മക്കൾക്ക് അള്ളാഹ് ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കൽ. ഒരു ഉമ്മ വാപ്പയുടെ കടമയാണ് മക്കൾക്ക് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, നബിതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമാ. പക്ഷെ നമുക്കറിയില്ലല്ലോ. അള്ളാഹുവിനെ ആർക്കും പേടിയില്ല. അള്ളാഹുവിനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആകില്ലായിരുന്നു. അള്ളാഹിനെ ഭയന്ന് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ആകില്ലായിരുന്നു. ഇന്ന് അള്ളാഹിനെ പേടിയില്ലടോ. ആ പേടിയില്ല
അറിയാത്തത് കൊണ്ടാണ് പടച്ചവനെ നമ്മൾ ഇങ്ങനായി പോയത്. അല്ലാഹുവേ, നിസ്കരിക്കാൻ വയ്യ, ഖുർആൻ ഓതാൻ വയ്യ, തലമറയ്ക്കാൻ വയ്യ, ഇന്ന് പാപം ചെയ്യാൻ നമുക്ക് പേടിയില്ല. പണ്ടങ്ങനെ ആയിരുന്നില്ല. വീടി വലിക്കുന്നവൻ പോലും ഒളിഞ്ഞു നിന്ന് വലിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. മുണ്ട് മടക്കി കുത്തി നടക്കുന്നവന് ഉസ്താദിനെ കാണുമ്പോ താഴ്ത്തിയിടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നെല്ലാം മാറിയടോ. ഇന്ന് നടുറോഡിൽ നിന്ന് കള്ളു കുടിക്കാൻ നമുക്ക് പേടിയില്ല, കഞ്ചാവടിക്കാൻ പേടിയില്ല, എന്ത് വൃത്തികേടുകൾ ചെയ്യാനും നമുക്ക് പേടിയില്ല. അല്ലാഹനെ മറന്നു പോയടോ. അല്ലാഹനെ മറന്നുകൊണ്ട് നടക്കുകയാ. സഹോദരാ, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. ഇന്നത്തെ ചെറുപ്പക്കാര് പറയുന്ന ഒരു കാര്യം സിറാജ്, ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ. നിങ്ങൾ പറയുന്നത് പോലെ സ്വപ്ന ലോകത്തിന് വേണ്ടി ജീവിക്കാനുള്ളതല്ല. നിങ്ങൾ വിദ്യാഭ്യാസമുള്ളവരാണ്, എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഈ ചെറുപ്പക്കാരാ, ജീവിതം ആസ്വദിച്ച് നടക്കുന്ന മക്കളെ എങ്ങനെ വേണമെങ്കിലും നടന്നോടാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ. ഉസ്താദിനെ കളിയാക്കിക്കോ, ഉസ്താദിനെ വേദനിപ്പിച്ചോ, എന്തു വേണമെങ്കിലും ചെയ്ത് നടന്നോ. പക്ഷേ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഓർക്കുന്നത് നല്ലതാ. ചെറുപ്പക്കാരാ, പെങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്തു മറന്നാലും അത് മറക്കരുത്, എന്തു മറന്നാലും അത് മറക്കരുത്. ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയാം. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒന്നാമത്തെ സൂറത്താ, ഒന്നാമത്തെ ആയത്താ. ഇനി നിനക്ക് അവസാനത്തെ ആയത്ത് അറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ അവസാനമായിട്ട് ഇറങ്ങിയ ആയത്തേതെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഇതല്ലാഹുവിന്റെ ഭീഷണിയാ, ഇതല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാ. വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. സിറാജ്, എവിടെ പോകാനാണ് സിറാജ്? ഓം തോടുന്നതിനൊരു പരിധിയുണ്ടടാ. നീ എവിടെ പോകാനാണ്? നീ എവിടെ ഓടാനാണ്? ഒരിക്കൽ നീ വീഴുമടാ. സിറാജ്, നീ എവിടെ പോയാലും ഓർത്തു വച്ചോടാ, നിന്നെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണേ, ദീനനുസരിച്ച് ജീവിക്കണേ, മക്കളോട് ദീൻ പഠിപ്പിച്ചു കൊടുക്കണേ, അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കണേ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ. നമ്മൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കണം. പെങ്ങള്, നിങ്ങൾ പറയും, വാഴു പറയുന്ന ഉസ്താദന്മാര് മുഴുവനും ഞങ്ങളെ കുറ്റം പറയുകയാണ്. എവിടെ പോയാലും ഞങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ പറയല്ലേ പെങ്ങള്. വൈരാഗ്യമുള്ളത് കൊണ്ടല്ല, നിന്നോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാവുമ്മ. നീ നന്നാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ്. നിങ്ങൾ നന്നായേ പറ്റൂ, നിങ്ങൾ നന്നായേ പറ്റൂ. നിങ്ങൾ നന്നായാ വീട് നന്നാകും പെങ്ങളെ, നിങ്ങൾ നന്നായേ പറ്റൂ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ കാക്കാമാരെ, ആമീൻ പറ. ആമീൻ പറയാൻ മടിയെന്തെന്നറിയോ? നിനക്ക് തിരിയാഞ്ഞിട്ടാ. എടോ, ഭർത്താവ് എത്ര വലിയ തങ്ങളാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഭാര്യ നല്ലവളല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ആരുമാകട്ടെ, ആലിമോ തങ്ങളോ നബിയോ ആരും ആകട്ടെ, ഭർത്താവ് നല്ല മനുഷ്യനാ, ഭാര്യ നല്ലവളല്ലെങ്കിൽ മക്കളുടെ കാര്യം വലിയ കഷ്ടമാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നബിയാണ് നൂഹ് നബി അലൈഹിസ്സലാം. ഞാനൊരു നബിയുടെ പേരാ പറഞ്ഞേ. നൂഹ് നബി അലൈഹിസ്സലാം എത്ര കൊല്ലം ദഅവത്ത് നടത്തി? 950 കൊല്ലം രാവിലെ മുതൽ രാത്രി വരെ വഅ്ള് പറഞ്ഞ നബി. അതുപോലെ വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ?
അതുപോലെ വേറെ ഏതെങ്കിലും നബി വാഴ്ന്നു പറഞ്ഞിട്ടുണ്ടോ? നൂഹ് നബിയുടെ വയസ്സ് 950 അല്ല, വയസ്സൊക്കെ കൂടുതലുണ്ട്. ദഅവത്ത് നടത്തിയ പ്രായമാണ് 950. ഈ നൂഹ് നബിയുടെ ഭാര്യ അള്ളാനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. ഈ 950 കൊല്ലം വഅദ് നടത്തിയ നബിയുടെ ഭാര്യ മുസ്ലിമാണോ? അള്ളാനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. നൂഹ് നബി അലൈഹിസ്സലാം തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം ഉണ്ടായപ്പോ കപ്പലിൽ ഇങ്ങനെ പോകുന്നുണ്ട് വിശ്വാസികളുമായിട്ട്. അപ്പോഴാ മോൻ ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് മുങ്ങുന്നു. നൂഹ് നബി വിളിച്ചു, യാ ബുനയ്യ, ഉപ്പച്ചിയുടെ പൊന്നു മോനെ, അല്ലാടാ അതാവാടാ, മര്യാദക്ക് നീ കേറ്. എടാ നീ ഇന്ന് മരിച്ചു പോകും, ഇത് അല്ലാടെ അദാബാ. എന്റെ പൊന്നുമോ വാപ്പച്ചി പറയണ കേക്ക്, ഈ കപ്പലിൽ കയറി രക്ഷപ്പെടും. ലാ ആസിമൽ യൗമ മിൻ അംരില്ലാ. എടാ ഇന്ന് അല്ലാഹുവിന്റെ തീരുമാനമാ മോനെ, മര്യാദയ്ക്ക് ഉപ്പ പറയണ കേക്ക്. എന്റെ പൊന്നുമോൻ കയറി ഉപ്പാന്റെ കൂടെ. വാപ്പയുടെ പടി നോക്കിക്കള്ളേ, ഞാൻ ആ മലയുടെ മുകളിൽ കയറി രക്ഷപ്പെടും. കണ്ണിന്റെ മുമ്പിൽ കിടന്നു മരിച്ചടോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആരുടെ മോൻ? 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ മോൻ ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ആ പ്രവാചകന്റെ ഭാര്യ അള്ളാഹനെ വിശ്വാസം ഇല്ലാത്തവളായിരുന്നു. മക്കളും പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാ പറഞ്ഞേ, നീ വലിയ മലക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ ഭാര്യയും മലക്കാകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി പറ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. നീ രാവിലെ ജോലിക്ക് പോകുമ്പോ ആരുടെ കയ്യിലാ നിന്റെ മക്കളെ ഏൽപ്പിച്ചിട്ട് പോകുന്നേ? മലക്കിന്റെ കയ്യിലാ? ആരുടെ കയ്യിലാ ഏൽപ്പിച്ചിട്ട് പോണേ? നിന്റെ ആമിന അടുത്ത്. ആമിന നല്ലവളല്ലെങ്കിലോ മൊബൈല് കൊടുത്തിട്ട് മോളോട് പറയും, റീൽസ് എടുക്ക്, ഞാൻ ആടാന്ന്. ഇങ്ങനെ ഉമ്മ മോളുടെ കൈ ഫോൺ കൊടുത്തിട്ട് പറയും റീൽ എടുക്കാൻ. എന്നിട്ട് ഉമ്മ ഇങ്ങനെ ആടും, മോള് പിടിക്കും. കുറച്ച് കഴിയുമ്പോ മോള് പറയും, ഇനി ഉമ്മ പിടിക്കും, ഞാൻ ആടാം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഇതുകൊണ്ടാ പറഞ്ഞ, പെണ്ണെ നീ നന്നായേ പറ്റൂ. നീ നന്നായാ നിന്റെ ഭർത്താവ് നന്നാകും. ഒരു പെണ്ണ് വിചാരിച്ച എത്ര വൃത്തികെട്ടവനാണെങ്കിലും തന്റെ ഭർത്താവ്, ഇവിടെ എന്താ പറയാ ഭർത്താവിന്? പുതിയാപ്പള, മാപ്പളയാ. നിങ്ങളുടെയൊക്കെ ഭാര്യമാരെന്താണോ വിളിക്കണേ? ചീത്ത വിളിക്കാതിരുന്നാ മതിയായിരുന്നില്ലേ? ഞാനൊരു വീട്ടിൽ ചെന്നപ്പോ ഭാര്യ വിളിക്കുന്ന, എടാ ഇങ്ങെടുക്കടാ, എടാ ഇങ്ങെടുക്കടാ. കാരണം പ്രേമിച്ച് കെട്ടിയതാ. എടാ വാടാ പോടാ. പ്രേമിച്ച് കെട്ടിയതായതുകൊണ്ട് എടാ വാടാ പോടാ, എടാന്നാ ഭർത്താവിനെ വിളിക്കണേ. ചില പെണ്ണുങ്ങൾ പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലാ, ഭർത്താവിന്റെ പേര് വിളിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആമീൻ പറ. ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളില്ലേ? അബൂബക്കറെ, പാപ്പാനെ എന്താ വിളിക്കണ നീ? നിന്റെ ഉമ്മാന്റെ പേര് ആമിന എന്നാ, നീ ആമിന ഉമ്മ, ആമിന ഉമ്മ എന്നാ വിളിക്കണേ? അബൂബക്കർ വാപ്പ, അബൂബക്കർ വാപ്പ എന്നാ വിളിക്കണേ? എന്റെ പൊന്നാര താത്ത, അള്ള ചിലർക്ക് ചില സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കും. എന്റെ പേര് സിറാജ്, എന്റെ മോൻ സിനാ കാണുമ്പോ സിറാജ് വാപ്പ, സിറാജ് വാപ്പ എന്നാ വിളിക്കണ്ട. എടാ ഒന്നീ നീ വാപ്പാന്ന് വിളി, ഇല്ലെങ്കിൽ അബൂബക്കറേത് വിളി. രണ്ടും കൂടെ എന്തിനാ? രണ്ടും കൂടെ എന്തിനാ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനതൊക്കെ? കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണം. അതെങ്ങനെ? നിന്നെ കണ്ടാ നിന്റെ മോൻ വളരുന്നേ, അവൻ ഗെയ്സ് 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 എന്നാ പറഞ്ഞ അടക്കാം. എല്ലാം ഇത്രയേ ഉള്ളു, ഗെയ്സ് ഗെയ്സ്. എല്ലാത്തിനും യൂട്യൂബ് ചാനലൊക്കെ അപ്പൊ എല്ലാം ഗെയ്സിന്റെ പുറകിൽ. പിന്നെ ചെറുപ്പക്കാർ ഒരു സ്റ്റെപ്പ് കൂടെ മുകളില്ല. ഞാൻ ഈ വഴുത് കഴിഞ്ഞ് പോകുമ്പോ തട്ടുകടയിൽ കയറും വല്ലതും തിന്നാൻ. കാരണം നമ്മുടെ അവസ്ഥ അങ്ങനാ. കാരണം പഴുതിന് വരുമ്പോ തിന്നാനിരിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടെ വന്ന് ഫോട്ടോ എടുക്കുക. ഈ തിന്നുന്ന ഫോട്ടോ എടുത്തിട്ട് എന്ത് കിട്ടാനാ? എടാ തിന്നത്തും ഇല്ല, തിന്നാൻ പെടത്തുമില്ല. അല്ലെങ്കിൽ എല്ലാം കൂടെ നിന്നിട്ട് പറയും, ഇന്ന ഉസ്താദ് എന്നാ ഉസ്താദ് എന്ന്. അവസാനം മിണ്ടാതെ എഴുന്നിട്ട് പോകും. ഇപ്പൊ വഴുത് കഴിഞ്ഞ് പോകുമ്പോ എനിക്ക് തട്ടുകടയിൽ കയറും. അപ്പൊ ഞാൻ ഒരിക്കൽ തട്ടുകടയിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഒരുത്ത എൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. ബ്രോയ്ക്ക് എന്ത് വേണമെന്ന്. നമ്മൾ ബ്രോയായി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറഞ്ഞ എന്താ അതിനർത്ഥം? ബ്രോ എന്ന് പറഞ്ഞ എന്താ? ഓ സഹോദരൻ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. ഈ കണക്കിനാണെങ്കിൽ ഇത്തിരി കഴിയുമ്പോ ഇവന്മാരെന്ത് വിളിക്കുമെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഈ പെണ്ണുങ്ങൾ വിചാരിച്ച ഏത് മനുഷ്യനെയും നന്നാക്കാൻ പറ്റും. ഒരു പെണ്ണ് വിചാരിച്ച എല്ലാരും നന്നാകും. നിന്റെ ഭർത്താവിനെ നന്നാക്കാൻ നീ വിചാരിച്ചാൽ മതി.
അപ്പൊ നീ എന്നോട് എന്റെ പൊന്നു സിറാജ്, എന്നിട്ട് എന്താ എന്റെ ഇക്ക നന്നാകാത്തത്? എന്നിട്ട് എന്താ എന്റെ ഇക്ക നന്നാകാത്ത? നീ നിന്റെ പരിശ്രമം നിർത്തിയത് കൊണ്ടാ. നീ വഴുതു പറയുന്നത് കുറയ്ക്കരുത്, പറഞ്ഞുകൊണ്ടേയിരിക്കണം. എപ്പോഴെങ്കിലും ചങ്ങാതി നന്നാകും. പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ മക്കള് നല്ലവരാകും. എടോ, നിങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ ഉസ്താദ് പറയും 4 കാര്യങ്ങൾ വേണം പരിഗണിക്കേണ്ടത്. 1 സമ്പത്ത്, 2 സൗന്ദര്യം, 3 കുടുംബം, 4 ദീന്. ഈ 4 കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. എന്നിട്ട് അവസാനം പറയുന്നു ഫളുഫറു ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ വേണം കെട്ടേണ്ടത്. സമ്പത്തായിന്ന് എല്ലാരും നോക്കണത്. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, പൈസ ഉണ്ടെങ്കിൽ കെട്ടും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പൈസ ഉണ്ടോ കുഴപ്പമില്ല, അങ്ങനല്ല. ഇവിടെ സൗന്ദര്യമോ സമ്പത്തോ കുടുംബ മഹിമയോ അല്ല, ദീനുണ്ടാകണം. ദീനുള്ള പെണ്ണിനെ കെട്ടണം. എന്താണെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞുതരട്ടെ. ഈ ദീനുള്ള പെണ്ണിനെ കിട്ടിയാലുള്ള പ്രയോജനം ഞാൻ പറഞ്ഞുതരാം. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദീനുള്ളതിന് വേണം കെട്ടാൻ. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. ഉദാഹരണം ഞാൻ പറയാം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ തങ്ങൾ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും. തന്റെ ജനതയുടെ പ്രയാസം അറിയാൻ ഖലീഫയായിരിക്കുമ്പോ ഇറങ്ങി നടക്കും. അങ്ങനെ ഇങ്ങനെ നടന്ന് അവസാനം വെളുപ്പാങ്കാല സമയമായി ഉമർ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വീടിനകത്ത് വഴക്ക് നടക്കുന്നു. ഞാനും കൂടെ ഇരുന്നാലോ? വേണ്ട സാറേ, നിന്ന പൊതുവിലെങ്കിലും കിട്ടട്ടെ, അതല്ലേ കാണത്തുള്ള അവസാനം. അള്ളാഹു നാളെ പരലോകത്ത് നിന്ന് ബുദ്ധിമുട്ടുന്നവരെ തൊട്ട് അള്ളാഹു എന്നെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമ്മളൊക്കെ കാക്കുമാറാകട്ടെ. അപ്പൊ രാത്രി നോക്കുമ്പോ ഉമ്മായും മകളും കൂടെ, സഫീർ ഇരുന്നോടെ, ഉമ്മായും മകളും കൂടെ വല്ലാത്ത വഴക്ക്. അപ്പൊ ഉമർ തങ്ങൾ നോക്കി, എന്താ പ്രശ്നം പടച്ചവനെ, വഴക്കൂടുന്ന എന്താ? അപ്പൊ ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല, ഒന്ന് യാദൃശികമായി നിന്നതാ. അപ്പൊ ഉമ്മ മകളോട് പറയുന്നു, പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ, പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്ക്. അപ്പൊ മകൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഇത് പാവമല്ലേ, പാലിൽ വെള്ളം കലർത്തി വിൽക്കുന്നത് ചതിയ പാവവാ, ഞാൻ ചെയ്യത്തില്ല ഉമ്മ. അപ്പൊ ഉമ്മ പറയാ, നീ വലിയ തങ്ങളൊന്നാവണ്ട, ഒഴി മര്യാദക്ക്, നിന്നോട് ഞാൻ പറയണ കേട്ട് നീ പാലിൽ വെള്ളം ഒഴിക്കടി, പാലിന്റെ അകത്ത് നീ വെള്ളം കലർത്ത്. ഉമ്മ മകളോട് പറഞ്ഞു കൊടുക്കുന്നു, ഉമ്മച്ചി, ഉമർ തങ്ങളെ രാജ്യം ഭരിക്കണ ഖലീഫ ഉമർ എങ്ങാണ് അറിഞ്ഞ നമ്മളെ 2 എണ്ണത്തിനെയും വെറുതെ വിടത്തില്ല, ഞാൻ പാലിൽ വെള്ളം ഒഴിക്കൂല. ഉടനെ ഈ തള്ള പറയുക, ഉമർ വീട്ടിൽ കിടന്ന് ഉറങ്ങാം, ഓനെങ്ങനെ അറിയാനാ? ഇപ്പൊ ഖലീഫ ഉമർ നീ പാലിൽ വെള്ളം ഒഴിക്കുന്ന കാത്തു കിടക്ക, ഓൻ വീട്ടിൽ കിടന്നുറങ്ങാ, നീ മര്യാദയ്ക്ക് ഒഴിക്ക്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, ഉമ്മ, ഖലീഫ ഉമർ ഉറങ്ങുമായിരിക്കും, ഉമർ കാണുന്നില്ലായിരിക്കും, പക്ഷെ അല്ല കാണുന്നുണ്ട് ഉമ്മ. ഒരൊറ്റ പറച്ചിലാ പറഞ്ഞേ, ഉമ്മച്ചി അല്ല കാണുന്നുണ്ട്, അല്ല ഉറങ്ങുന്നില്ല, ഞാൻ പാലിൽ വെള്ളം ഒഴിക്കൂല. ഉമർ തങ്ങൾ ഇതങ്ങ് വല്ലാതെ കണ്ണ് നിറഞ്ഞു പോയി. ഉമർ തങ്ങളുടെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു, ആ പെൺകുട്ടി ആരാണെന്നൊന്ന് പോയി അന്വേഷിക്കാൻ. അങ്ങനെ ഒരാളെ പറഞ്ഞു വിട്ടു. ആ വീട്ടിൽ വന്ന് അന്വേഷിക്കുമ്പോ ഈ പെണ്ണൊരു യതീമായ പെൺകുട്ടിയാ, ചെറിയ പെണ്ണ, കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, ഒരു യതീമായ മോള. ഈ ഉമ്മയും നല്ലവള, വിധവയാ, നല്ലവള. പിന്നെ പാലിന് വെള്ളം ഒഴിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? ഇവർക്കൊരു ഒട്ടകമുണ്ട്, ആ ഒട്ടകത്തിന്റെ പാലാണ് ഇവരുടെ ആകെ ആശ്രയം. ഈ പാല് വിറ്റിട്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവര് കഴിയുന്നത്. അപ്പൊ ഒരാഴ്ചയായിട്ട് വീട്ടിൽ ഈ ഒട്ടകത്തിന് പാലില്ലാത്തത് കാരണം പട്ടിണിയാ വീട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരാഴ്ചക്ക് ശേഷം ഇത്തിരി പാല് കിട്ടിയപ്പോ ഉമ്മ പറഞ്ഞു, ഇതിനകത്ത് വെള്ളം കലർത്തി കൊടുത്താൽ തിന്നാൻ വല്ലതും കിട്ടുമല്ലോ, വിശന്നിട്ടാ മോളെ, നീ മര്യാദക്ക് ഇത്തിരി വെള്ളം ഒഴിക്ക്. അപ്പോഴാണ് ആ പെണ്ണ് പറയുന്നത് അല്ല ഉണ്ടെന്നോ. ഉമർ തങ്ങൾ ഇത് അറിഞ്ഞു. ഉമർ തങ്ങൾ നേരെ വീട്ടിൽ ചെന്ന്, ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, പ്രസിഡന്റാ, തന്റെ 2 ആൺമക്കളും കല്യാണം കഴിച്ചിട്ടില്ല, 2നെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ, ഒരു പണമൊന്നുമില്ല, വലിയ കുടുംബമൊന്നുമില്ല, ഒരു യതീമായ ഒരു പെണ്ണുണ്ട്, പക്ഷെ അവളുടെ ഹൃദയത്തിന്റെ അകത്ത് അല്ല ഉണ്ട്, എനിക്ക് കെട്ടണമെന്നുണ്ട്, എനിക്ക് തന്നെ ആ പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പ്രായം ചെന്നത് കാരണം എനിക്ക് പറ്റൂല. മക്കളെ, നിങ്ങളിൽ ആരാടാ കെട്ടുന്നേ? ഉമർ തങ്ങൾ ഒരു വാക്ക് പറഞ്ഞ 1000 കോടീശ്വരന്മാര് വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കും. പക്ഷെ ഉമർ തങ്ങൾ തന്റെ മക്കളോട് ചോദിച്ചു, പണമില്ല, തറവാടില്ല, കൊട്ടാരമില്ല, വാപ്പയില്ല, ഒരു യതീമായ മോളടാ, ദാരിദ്ര്യം അവർക്ക്, അത്രയും പട്ടിണിയാ, പക്ഷെ ആ പെണ്ണിന്റെ ഹൃദയത്തിന്റെ അകത്ത് അല്ല ഉണ്ട്, ആരാ കെട്ടുന്നേ? ഉമർ തങ്ങളുടെ മകൻ പറഞ്ഞു, എനിക്ക് വേണം ബാപ്പ.
എനിക്ക് വേണം. കാരണം ദീനുണ്ടോ? സമ്പത്തല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല. ഫളഫറു ദീനുണ്ടല്ലോ വാപ്പാ. ഇതാണടാ ചെറുപ്പക്കാരാ, ഇതാണടാ ചെറുപ്പക്കാരാ. കിട്ടുന്ന പെണ്ണിന് ഫേസ്ബുക്കിൽ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നല്ല നോക്കേണ്ടത്. അവൾ അല്ലാഹുവിനെ പേടിയുള്ളവനാണോ? പെണ്ണെ പരിഗണിക്കേണ്ടതാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാണോ? അല്ലാഹുവേ, ഇസ്ലാമിലെ രണ്ടാമൻ ഉമർ എന്നറിയപ്പെടുന്ന മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരാണെന്നറിയോ? പടച്ചവനെ, വല്ലാത്ത ഒരു മഹാനാണ്. ചരിത്രം വായിച്ചാ കരയുമടോ, ചരിത്രം വായിച്ചാ കരയുമടോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ മരണമടുത്തെന്ന് മനസ്സിലാവുകയാണ്, മരണമടുത്തെന്ന് മനസ്സിലാവുകയാണ്. പെങ്ങളെ പോയി കുളിച്ച് റെഡിയാവുകയാണ്. അവിടെന്ന് കുളിച്ച് റെഡിയായി. എന്നിട്ട് നേരെ ഒരുങ്ങി റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ വേണ്ടി തയ്യാറായി തന്റെ റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, ഫാത്തിമ, ഇങ്ങടുത്തു വാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, ഞാൻ പോകുകയാണ് ഫാത്തിമ, എനിക്ക് പൊരുത്തം തരണേ ഫാത്തിമ. ഭർത്താവും ഭാര്യയും കൂടെ യാത്ര പറയുകയാ. അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാ. രണ്ടുപേരും പിരിയുകയാണ്. ഇങ്ങനെ സംസാരിക്കുമ്പോ ഫാത്തിമ നിന്ന് കരയുകയാണ്. ഭർത്താവ് മരിക്കാൻ പോവുകയാണ്, കൂടെ നിന്ന് കരയുകയാണ്. അങ്ങനെ സമയം ഇങ്ങനെ കടന്നുപോയി. അലിയ പടച്ചവനെ അവിടുന്ന് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫാത്തിമ കരയുകയാണ്, ഫാത്തിമ കരയുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ, വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കു ഫാത്തിമ. ഈ റൂമിന്റെ പുറത്തിറങ്ങ്, റൂമിന്റെ വെളിയിലിറങ്ങ്, വാതിലടയ്ക്കു ഫാത്തിമ. എന്തേ നിങ്ങൾ പറയുന്നത്? ഈ അവസാന സമയം എന്തിനാണ് എന്നെ പുറത്താക്കുന്നത്? ഞാൻ നിങ്ങളുടെ ചാരത്ത് നിൽക്കേണ്ട സമയമാണല്ലോ, എന്തിനാ എന്നോട് പുറത്തു പോകാൻ പറയുന്നത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാ. ഫാത്തിമ, എന്റെ അതിഥികൾ വരുന്നു ഫാത്തിമ. മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം എന്നെ കാണാൻ വരുന്നു ഫാത്തിമ. എന്റെ പൊന്നു പെണ്ണേ, ഒന്ന് റൂമിന്റെ വെളിയിലിറങ്ങ്. ഫാത്തിമയോട് പറയുകയാ. അവിടുന്ന് വെളിയിലിറങ്ങി. ഫാത്തിമ റൂമിന്റെ പുറത്തിറങ്ങി. ഭർത്താവിന്റെ റൂമിന്റെ വാതിലടച്ചു. സമാധാനമില്ല. പുറത്തു നിന്ന് കരയുകയാണ്. കാരണം തന്റെ ഭർത്താവ് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. ഭാര്യ പുറത്തു നിന്ന് കരയുകയാണ്. ഫാത്തിമയ്ക്ക് ടെൻഷനായടോ, ഫാത്തിമയ്ക്ക് ടെൻഷനായടോ. ആരാ അല്ലാഹ്, തന്റെ ഇക്കാനെ കാണാൻ വരുന്നത് ആരാ അല്ലാഹ്? തന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. തന്റെ റൂഹ് പിടിക്കാമെന്ന മലക്കിനോട് സലാം പറയുകയാണ്. അവിടുന്ന് സ്വീകരിക്കുകയാണ്. ഫാത്തിമ കരയുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂഹ് പിടിക്കാൻ ഖാബിദുൽ അർവാഹ് വന്നിരിക്കുകയാണ്. പടച്ച റബ്ബേ, കണ്ണ് നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. എന്തായാലും അസ്റായിൽ വന്നു. തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? തന്റെ ഭർത്താവ് എന്താണ് ചെയ്യുന്നത്? അവിടുന്ന് ഒളിഞ്ഞു നോക്കുമ്പോ
ഖുർആൻ ഓതുന്നടാ ചെറുപ്പക്കാരാ. തന്റെ ഭർത്താവ് ഖുർആൻ ഓതുകയാ, നിസ്കാരം കഴിഞ്ഞിട്ടല്ല. മോനെ, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാമെന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. സാധാരണ ആയത്തല്ല, സാധാരണ ആയത്തല്ല. ഏതായത്താ ഓതിയതെന്നറിയോ? അല്ലാഹുവേ, തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പാരായണം ചെയ്യുകയാണ്. തിൽക ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഫാത്തിമ, ഫാത്തിമ, വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുന്ന പ്രിയപ്പെട്ടവളോട് പറയുകയാ, ഫാത്തിമ, വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണല്ല നല്ല മരണം കൊടുക്കുന്നത്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കാണ് അല്ലാഹു നല്ല മരണം കൊടുക്കുന്നത്. മുഖത്തേക്ക് തുണിയെടുത്തിട്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ അനക്കമില്ല. ഫാത്തിമ ഓടുകയാ. വാതിൽ തുറന്ന് ഓടിക്കേറി റൂമിന്റെ അകത്തേക്ക് ചെന്നു. റൂമിന്റെ അകത്തേക്ക് ചെന്നു. പടച്ചവനെ, റൂമിന്റെ അകത്ത് വല്ലാത്ത സുഗന്ധമാണ്. റൂമിനകത്ത് വല്ലാത്ത സുഗന്ധമാണ്. ഭർത്താവിന്റെ മുഖത്തിട്ടിരുന്ന തുണിയങ്ങു മാറ്റുമ്പോ എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു ചിരിയെന്നറിയോ. അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. പടച്ചവനെ, നാട്ടുകാര് മുഴുവനും അറിഞ്ഞു. എല്ലാവരും വരാൻ തുടങ്ങി. കണ്ടവർ പറയുന്നു, വല്ലാത്ത മരണമാ അല്ലാഹ്, എന്തൊരു മരണമാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അവിടുത്തെ ജനാസ കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ചു, 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ചു. കബറടക്കി കഴിഞ്ഞപ്പോ മയ്യത്ത് കബറടക്കാമെന്നവരാരും പിരിഞ്ഞു പോകുന്നില്ല. മയ്യത്ത് കബറടക്കാമെന്ന ഒരാളും പിരിഞ്ഞു പോകുന്നില്ല. എല്ലാവരും പറയുന്നു, എന്ത് മരണമാ അല്ലാഹ്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആൻ ഓതി. എന്തൊരു പ്രകാശമാ അല്ലാഹ്. മയ്യത്ത് കാണാമെന്നവര് മുഴുവനും ഇങ്ങനെ പറയുകയാണ്. ഒരു നാട് മുഴുവനും പറയുകയാണ്. പടച്ചവനെ, അങ്ങനെ എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു. എന്താണെന്ന് അറിയണമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ മയ്യത്ത് കൊണ്ടുവന്ന വീട്ടിലേക്ക് എല്ലാവരും തിരിച്ചുപോയി. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, ഇരിക്കുകയാണെന്നറിയാം ഫാത്തിമ, സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാം ഫാത്തിമ, സങ്കടപ്പെടുത്താമെന്നതല്ല ഫാത്തിമ. ഈ നാട് മുഴുവനും നിന്റെ വീടിന്റെ മുറ്റത്ത് വന്നിരിക്കുകയാ. ഒരേ ഒരു കാര്യം ചോദിക്കാറ്, ഒരേ ഒരു കാര്യം ചോദിക്കാറ്. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആനിലെ ആയത്തോതിയല്ലോ. നിന്റെ ഭർത്താവിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നു, എന്തൊരു ചിരിയായിരുന്നു ഫാത്തിമ. മയ്യത്ത് കുളിപ്പിച്ചവരും കഫം പൊതിഞ്ഞവരും ചുമന്നവരും കബറടക്കിയവരും എല്ലാവരും പറയുന്നു, നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നെന്ന്. എങ്ങനെയാ ഫാത്തിമ? ഞങ്ങളും ഒരു ദിവസം മരിക്കേണ്ടവരാണ്. ഇതുപോലെ ഞങ്ങൾക്കും ഒരു മരണം വേണം ഫാത്തിമ, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. എങ്ങനാ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുത്തത്? ഒരു നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് ചോദിക്കുമ്പോ ആ ഭാര്യയുടെ മറുപടി എന്തെന്നറിയോ?
മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാതൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല, അത് കള്ളമായി പോകും. എന്റെ ഭർത്താവ് അങ്ങനെ ഒന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ കണ്ടിട്ടില്ല. എന്റെ ഇക്കാനെ പോലെ പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന വേറെ ഒരാളെ കണ്ടിട്ടില്ല. മഹദി പറയുകയാ, ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ, ഞങ്ങൾ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ, റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ് സുമ്മ യബ്കി ഹത്താ യുസ്ബിഹാ. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു അല്ലാഹ്, ഞാൻ പറഞ്ഞു അല്ലാഹുടെ പേര് പറഞ്ഞു. എന്റെ കരയാൻ തുടങ്ങി. ഖബറ് പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, നരകം പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ല എന്ന് പറഞ്ഞ കരയും, അല്ല എന്ന് പറഞ്ഞ കരയും. ഇതാണടോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അല്ല എന്ന് പറഞ്ഞപ്പോ കരഞ്ഞ മനുഷ്യനാണ്. എന്തിനാണ് ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ആരുടെ മോനാണെന്നറിയോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഏത് കുടുംബത്തിൽ ജനിച്ച മകനാണെന്നറിയോ? ഉമർ തങ്ങളെ രാത്രിയിൽ നടന്നു പോയപ്പോ ഉമ്മ പാലിന്റെ അകത്ത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞപ്പോ, പാപമാ ഉമ്മ, വഞ്ചനയാ ഉമ്മ, എടീ നിന്നോട് പാലിൽ വെള്ളം കലർത്താനാ പറഞ്ഞത്. ഉമറാണ് രാജ്യം ഭരിക്കുന്നത്, ഉമർ അറിഞ്ഞാ നമ്മളെ വെറുതെ വിടത്തില്ല ഉമ്മ. ഉമർ എങ്ങനെ അറിയാനാണ്? ഉമർ വീടിനകത്ത് കിടന്നുറങ്ങുകയാണ്. നീ പാലിൽ വെള്ളമൊടിക്കാൻ പൊന്നുമോളോട് പറഞ്ഞപ്പോ ഉമർ കാണുന്നില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് ഉമ്മ. അല്ലാഹു ഹാലിരി, അല്ലാഹു നാലിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈൻ. ആ പെണ്ണിന്റെ കുടുംബത്തിലാടോ ആ ദീനുള്ള പെണ്ണുണ്ടല്ലോ, ഹൃദയത്തിൽ അല്ലാഹനെ കൊണ്ട് നടന്ന ആ പെണ്ണിന്റെ മകളുടെ മകനാ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. ഇതുകൊണ്ടാ പെങ്ങളെ നന്നാകാൻ പറയുന്നത്. അതുകൊണ്ട് നിർത്തുകയാ. അല്ലാഹനെ ഓർക്കണേ ചെറുപ്പക്കാരാ, മോനെ പടച്ചവനെ ഓർക്കണേ. നീ അല്ലാഹനെ ഓർക്കുന്നതോടും അല്ലാഹു നിന്നെയും ഓർക്കുകയാണ്. അതുകൊണ്ട് കളിയും തമാശയും കളയ്, എപ്പോഴും ചിരിയും കളിയുമായി നടക്കുകയാ. ഒരുപാട് ചിരിക്കല്ലേ ചെറുപ്പക്കാരാ, ഒരുപാട് സന്തോഷിക്കല്ലേ, ഒരുപാട് അടിച്ചു പൊളിക്കല്ലേ. ഒരുപാട് ചിരിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. കുല്ലും മ്രിഇൻ മാ സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാകീൻ അലിഹി. ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാർ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ മരണം നിന്റെ കൂടെയുണ്ട് സഹോദരാ. അല്ലാഹുവേ, നിന്നെ
ഓർത്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാ. അതുകൊണ്ട് അല്ലാഹു ചെയ്ത വാഗ്ദാനമാണ്, എന്നെ വിശ്വസിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഹിദായത്തിന്റെ വെളിച്ചം തരും. 2, നീ എന്നോട് നന്ദി കാണിച്ചാൽ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരും, ഞാൻ നിനക്ക് അധികരിപ്പിച്ചു തരും. നീ എന്നോട് ദുആ ചെയ്താൽ നിനക്ക് ഞാൻ ഉത്തരം തരാം. നീ എന്നെ ഓർത്താൽ ഞാൻ നിന്നെയും ഓർക്കുമെന്ന് അല്ലാഹു നമ്മളോട് വാഗ്ദാനം ചെയ്യുമ്പോ അല്ലാഹുവേ ഈ മജ്ലിസ് സ്വീകരിക്കണേ അല്ലാ. പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. പിഴവുകൾ പൊറുക്കണേ അല്ലാ. ദുആയിക്ക് ഇജാബത്ത് നൽകണേ അല്ലാ.